22-ാം ദിവസം യേശു മാമോദിസ സ്വീകരിക്കുന്നു. പിതാവ് സകലതും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ പിതാവിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിലേക്കാണ് പോകുന്നതെന്നും അറിഞ്ഞുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങിയത് എന്ന് യോഹന്നാൻ പറയുന്നു. അതുപോലെയായിരിക്കണം യേശു തൻ്റെ സ്നാനത്തിലും ചെയ്യുന്നത്. സാധാരണ ജനത്തോട് ചേർന്ന് സ്നാപക യോഹന്നാനിൽ നിന്ന് അനുതാപ സ്നാനം സ്വീകരിക്കുന്നു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. യോഹന്നാന്റെ ഹൃദയസ്പർശിയായ വിനയത്തിനു മുമ്പിൽ ഇസ്രായേൽ ചരിത്രത്തെയും നിയമങ്ങളെയും പൂർണ്ണമാക്കുകയും പരിസമാപ്തിയിലെത്തിക്കുകയും ചെയ്യുകയാണ് തൻ്റെ ജോലിയെന്ന് യേശു സൂചിപ്പിക്കുന്നു. യേശു തൻ്റെ പ്രിയപുത്രനും യെശയ്യാ പ്രവചിക്കുന്ന സഹനത്തിൻ്റെ ദാസനുമാണെന്ന് പിതാവ് പ്രഖ്യാപിക്കുന്നു. ആ ദൗത്യത്തിൽ ശക്തിപ്പെടുത്താനെന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ആവസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും അടുത്ത് അനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. ആമേൻ.